നമസ്കാരം. കറുത്ത വസ്ത്രങ്ങൾ, കുട, ആന, കാക്ക ഇതൊന്നും കേരളത്തിൻ്റെ പൊതുനിരത്തിലും പരിസരത്തും കാണുന്നത് ഇപ്പോൾ അത്ര പന്തിയല്ല. ചില ദിവസങ്ങളിൽ ചില വഴികളിൽ ലാത്തിയുമായി പോലീസ് വിഹരിക്കുകയാണ്, കറുപ്പ് കണ്ട് ഭ്രാന്തളകാൻ. ഫെബ്രുവരി 25 കേരള മുഖ്യമന്ത്രി കൊല്ലത്തെത്തിയ ദിവസം അഷ്ടമുടിക്കായലിൻ്റെ നടുവിലെ ഒരു തുരുത്ത് കാണാൻ ആലപ്പുഴയിൽ നിന്നെത്തിയ യുവാക്കൾ കറുപ്പിട്ടതിൻ്റെ പേരിൽ 8 മണിക്കൂറോളം പോലീസ് കസ്റ്റഡിയിൽ ഇരിക്കേണ്ടി വന്നു. 2018 ജൂലൈയിൽ അലഹബാദ് യൂണിവേഴ്സിറ്റിയിലെ വിദ്യാർത്ഥിനികളും ഒരു വിദ്യാർത്ഥിയും നേഹ യാദവ്, രമ യാദവ്, കിഷൻ ആര്യ എന്നാണ് അവരുടെ പേര്. അവരന്നത്തെ BJP പ്രസിഡന്റ് അമിത്ഷായെ കരിങ്കൊടി കാട്ടി ഒന്ന് ഭീഷണിപ്പെടുത്താൻ ശ്രമിച്ചു. വിദ്യാർത്ഥികളോട് BJP ഗവൺമെൻറ്റിൻ്റെ മനോഭാവത്തിനെതിരായി നടത്തിയ പ്രതിഷേധമായിരുന്നത്. ഗവൺമെൻറ് വളരെ ക്രൂരമായി പ്രതികരിച്ചു. കരിങ്കൊടി കാട്ടിയ പെൺകുട്ടികളെ മുടിയിൽ പിടിച്ചു വലിച്ചിഴച്ചു, തല്ലിച്ചതച്ചു, നിരവധി കേസുകൾ ചുമത്തി, കലാപശ്രമം, സമാധാനം നശിപ്പിച്ചു എന്നിങ്ങനെ നിരവധി കുറ്റങ്ങൾ. UP മുഖ്യമന്ത്രി യോഗി ആദിത്യനാഥിനെ കരിങ്കൊടി കാണിച്ച പൂജ ശുക്ല എന്ന വിദ്യാർത്ഥിനി 1 മാസം ജയിലിൽ കിടന്നു. CAA വിരുദ്ധ സമരത്തിൽ കരിങ്കൊടി കാട്ടി പ്രതിഷേധിച്ച 100 കണക്കിന് ആളുകളെ രാജ്യത്തിൻ്റെ വിവിധ ഭാഗങ്ങളിൽ ജയിലിലടച്ചു. പറഞ്ഞു വന്നത്, കരിങ്കൊടി കണ്ടാൽ കേരളത്തിലും UPയിലും ഒരുപോലെ ഭ്രാന്തളകുന്നവരാണ് ഭരണാധികാരികളും അവരുടെ സംരക്ഷണം മാത്രം ചിന്തിച്ച് തലപുകയ്ക്കുന്ന പോലീസും. വിസമ്മതത്തിൻ്റെ ഏറ്റവും ജനാധിപത്യപരമായ പ്രതിഷേധ രൂപമാണ് കരിങ്കൊടി കാണിക്കുന്നത്. ആരെയും പരിക്കേൽപ്പിക്കാതെ പ്രതിഷേധം അടയാളമാക്കുന്നത് ഈ കറുത്ത കൊടിയിലല്ലേ? പക്ഷേ നമ്മുടെ നിയമത്തിൽ ഇപ്പോഴും അത് ക്രിമിനൽ കുറ്റമാണ്. ഒരുപക്ഷെ ബ്രിട്ടീഷുകാർ ഇവിടെ അവശേഷിപ്പിച്ചു പോയ കൊളോണിയൽ മനസ്ഥിതിയുടെ തുടർച്ചയാകാം. ബ്രിട്ടീഷുകാർക്ക് കരിങ്കൊടി ഇഷ്ടമല്ലായിരുന്നു. 1928 സൈമൺ കമ്മീഷൻ ഭരണഘടനാ പരിഷ്കാരം പഠിക്കാൻ അവരുടെ ഏറ്റവും വലിയ കോളനിയായ ഇന്ത്യയിലെത്തുമ്പോൾ ലാലാ ലജ്പത് റായിയുടെ നേതൃത്വത്തിൽ കരിങ്കൊടി വീശി ഇന്ത്യക്കാർ പ്രതിഷേധിച്ചു. ക്രൂരമായ മർദ്ദനമാണ് അദ്ദേഹം അനുഭവിച്ചത്. കൊലപ്പെടുത്തി എന്ന് വേണമെങ്കിൽ പറയാം. കോളനി രാജ്യത്തെ അടിമകളെ നേരിടുന്ന കാടൻ മനസ്സുമായി ജനാധിപത്യ രാജ്യത്തെ പൗരന്മാർ വോട്ട് ചെയ്തവനെ വോട്ട് നേടി ജയിച്ചവൻ ക്രൂരമായി വേട്ടയാടുമ്പോൾ എത്ര വെളുത്ത തുണിയെടുത്ത് വീശിയാലും ജനതയുടെ നൊമ്പരത്തിയിൽ അത് കറുത്തുപോകുമെന്നറിയാത്തവരാണോ നമ്മുടെ ഈ ഭരണവർഗം? അഹിംസാത്മകമായ പ്രതിഷേധത്തെയും വിസമ്മതത്തെയും തല്ലിയമർത്താനും മരണവീട്ടിലെ കരിങ്കൊടി കൂടി അഴിച്ചു മാറ്റാനും പറയുന്നതിനെ എന്തു വിളിക്കണം? ധാർഷ്ട്യമെന്ന്. അധികാരിയുടെ സംരക്ഷണം ഉറപ്പാക്കാൻ മരണവീട്ടിലെ കരിങ്കൊടിയും അഴിപ്പിക്കണമെന്ന് Z+ സുരക്ഷയിലെ നിർദ്ദേശമാണെങ്കിൽ അതൊന്നുകൂടി ആലോചിക്കണമെന്ന് പറയാനുള്ള വിവേകം അധികാരിക്കും ഉണ്ടാവണ്ടേ? കറുത്തതെല്ലാം തനിക്കെതിരെയുള്ള പ്രതിഷേധമാണെന്നും അതിക്രമമാണെന്നും ഒരാൾ ചിന്തിച്ചാൽ എന്തു ചെയ്യും? ലളിതമായി പറഞ്ഞാൽ മെലനോഫോബിയ എന്ന് പറയാം. കറുപ്പിനോടുള്ള ഭയമാകാം. അതൊരു മാനസിക പ്രശ്നമാണ്. CBT യോഗയൊക്കെ നല്ലതാണ്. കഫേൻ്റെ ഉപയോഗം കുറയ്ക്കണം. പക്ഷേ അധികാരത്തിലിരിക്കുമ്പോൾ മാത്രം കേരളത്തിലും UPയിലും ഗുജറാത്തിലും അധികാരികൾക്ക് മെലനോഫോബിയ വരുമോ? നികുതി അടച്ചു മുടിഞ്ഞവൻ്റെ, പെട്രോളും മണ്ണെണ്ണയും പാചകവാതകവും വാങ്ങാൻ പണം തികയാത്തവൻ്റെ കറുത്തുപോയ ജീവിതം കണ്ടറപ്പ് തോന്നുന്ന ഈ മെലനോഫോബിയയുടെ പേര് ഏകാധിപത്യം എന്നാണ്. 2ാം ലോക മഹായുദ്ധകാലത്ത് ജർമ്മൻ അധിനിവേശത്തിനെതിരെ ഫ്രാൻസിലെ പ്രതിരോധ പോരാട്ടത്തിൽ ഏർപ്പെട്ടവർ കറുത്ത തൊപ്പി ധരിച്ചിരുന്നു, ബ്ലാക്ക് ബെറെ. ക്യൂബൻ വിപ്ലവത്തിൽ ചെഗ്വേരയ്ക്ക് ഈ ബ്ലാക്ക് ബെറെ ഒരു ഇൻസ്പിറേഷനായിരുന്നു. അദ്ദേഹത്തിൻ്റെ ചിത്രമുള്ള പ്രശസ്തമായ പോസ്റ്ററുകളിൽ ഈ ബ്ലാക്ക് ബെറെ തൊപ്പി ധരിച്ചിരിക്കുന്നത് കാണാം. കേരളത്തിൽ ചെഗ്വേര ഒരു വിപ്ലവ ഐക്കണാണ്. അദ്ദേഹത്തിൻ്റെ ചിത്രങ്ങൾ വഴിയരികിൽ ഇനി നിരോധിക്കുമോ ആവും. 1960കളിൽ ബ്ലാക്ക് പാന്തേഴ്സ് US-ലെ വംശീയ അനീതികൾക്കെതിരെ പൊരുതിയപ്പോഴും ബ്ലാക്ക് ബെറെ ധരിക്കാൻ ഫ്രഞ്ച് മാതൃക കാരണമായി. അവർ ഒരു പടി കൂടി കടന്ന് കറുത്ത ജാക്കറ്റും കറുത്ത ഷൂസും ധരിച്ചത് അത് യൂണിഫോം ആക്കി മാറ്റി. കൊക്കോ ചാനലിൻ്റെ കറുത്ത വസ്ത്ര ഡിസൈൻ ഒരു പരിധിവരെ പ്രകോപനപരമായിരുന്നു. അന്നത്തെ കാലത്ത് അത് വിപ്ലവകരമായിരുന്നു. അതിനു മുമ്പും ബ്രിട്ടീഷ് രാജകീയ ജീവിതത്തിൻ്റെയും ചർച്ച് ഓഫ് ഇംഗ്ലണ്ടിലെ പ്രഭുക്കന്മാരുടെ തിളങ്ങുന്ന വസ്ത്രശീലത്തിനും വിപരീതമായിരുന്നു പ്യൂരിറ്റൻസിൻ്റെ കറുത്ത വസ്ത്രധാരണം. യൂറോപ്പിൻ്റെ പളപളപ്പൻ വസ്ത്രനിറ സങ്കല്പത്തിനൊരു മറുപടിയായിരുന്നു അത്. പുതിയ ലോകത്ത് അവർ പരിശീലിച്ച ആ കറുത്ത വസ്ത്രധാരണം. അടിച്ചമർത്താൻ തുനിഞ്ഞിറങ്ങുന്നവന് പ്രതിഷേധത്തിൻ്റെ നിറമാണോ വിഷയം?
പ്രതിഷേധിക്കുന്നവർക്ക് കറുപ്പ് മാത്രമാണോ നിറമുള്ളത്? 2014 കറുത്ത കുട കൊണ്ട് ഹോങ്കോങ്ങിൽ പ്രതിഷേധിച്ചില്ലേ? 2009 ഇറാനിലെ ഗ്രീൻ മൂവ്മെൻറ്റിൽ പ്രതിഷേധിച്ച 4000 പേരെയാണ് അറസ്റ്റ് ചെയ്തത്. കുറേ പേരെ കൊന്നു. ദ ഗ്രീൻ വേവ് എന്നൊരു ഡോക്യുമെൻ്ററിയിൽ ഇത് കാണാം. പട്ടാള ടാങ്കറുകൾ വിപ്ലവം അടിച്ചമർത്താൻ വന്നിട്ട് അത് ഫോക്ക് ഫെസ്റ്റിവലായ സംഭവമുണ്ട് പോർച്ചുഗലിൽ. 1971 ഏപ്രിൽ 25-26 തീയതികളിൽ പോർച്ചുഗീസ് തെരുവുകളിൽ ടാങ്കറുകൾ ഇരച്ചെത്തി. ജനം ആവേശപൂർവ്വം അവരെ സ്വീകരിച്ചു. സ്ത്രീകൾ ചുവന്ന കാർണേഷൻ പൂക്കൾ തോക്കിൻ കുഴലിൽ കുത്തിവെച്ചു. സംഭവമാകെ ഉത്സവമായി. പ്രധാനമന്ത്രി മർസെല്ലോ കറ്റാനോ കീഴടങ്ങി. ഏകാധിപത്യം നിറമുള്ള പൂക്കളുടെ മുൻപിൽ അവിടെ അവസാനിച്ചു. നമ്മുടെ തെരുവിലൂടെ പൊതുജനത്തെ ഭയപ്പെടുത്തി കുതിച്ചു പായുന്ന, അതും കൂടാതെ വഴി നടക്കുന്നവൻ്റെ കീറിയ പേഴ്സിൻ്റെയും ചെരുപ്പിൻ്റെയും ഉടുപ്പിൻ്റെയും കുടയുടെയും നിറം നോക്കി ലാത്തി വീശുന്നവർ നാളെ ജനം നൽകുന്ന കൊടി കയ്യിലേന്തി പറക്കുന്നത് ചിലപ്പോൾ കാണേണ്ടി വരും. അതാണ് ഏകാധിപത്യം നേരിടേണ്ടി വരുന്ന സ്വാഭാവിക അന്ത്യം. കാർണേഷൻ പൂക്കൾ കേരളത്തിലുണ്ടോ? അറിയില്ല. അനാവശ്യമായ അഹന്ത നിറഞ്ഞ ഈ ഏകാധിപത്യ ശീലത്തിൻ്റെ, മെലാനഫോബിയയുടെ ലാത്തിത്തുമ്പിൽ മുല്ലപ്പൂമാല ചുറ്റാൻ കഴിയുന്നതിൻ്റെ പേരാണ് ജനാധിപത്യം. നന്ദി.